എല്ലാവർക്കും നമസ്കാരം. പല്ല് വേദന എല്ലാവരും വിചാരിക്കും ദന്തിസ്റ്റിൻ്റെ അടുക്ക പോയാൽ മാത്രമേ പല്ല് രോഗത്തിനുള്ള പരിഹാരം ഉണ്ടാകൂ എന്നുള്ളതാണ്. ഞാൻ അക്യുപഞ്ചറിസ്റ്റിൻ്റെ അടുക്ക രണ്ടുപേരുടെ അടുക്ക ഞാൻ 2 ക്ലിനിക്കിൽ പോയിരുന്നു എൻ്റെ ഈ ലൈഫ് ടൈമിൽ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഇതെന്താ ചികിത്സ എന്നറിയില്ല. ചികിത്സ സ്വീകരിച്ച എൻ്റെ രോഗം മാറി. പക്ഷേ ഞാൻ വരുന്ന എല്ലാവരോടും ചോദിക്കും, എത്ര പരിചയമില്ലെങ്കിലും അവരോടൊക്കെ കുറേ കാലമായോ, അത് ശരിയായ ചികിത്സയാണോ, അങ്ങനെയെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് 6 മാസമായി, ചില ആൾ പറയും 1 കൊല്ലമായി, 2 വർഷമായി. പക്ഷെ പല്ല് വേദന വരുമ്പോൾ മാത്രം ദന്തിസ്റ്റിൻ്റെ അടുക്ക പോകുന്നു. എനിക്ക് അത്ഭുതമായി, അതെന്താ അങ്ങനെ? എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ അക്യുപഞ്ചർ എന്താണെന്നുള്ളത്. അന്നേരം ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിന്തയായിരുന്നു, എന്തുകൊണ്ട് ഇവർ പല്ല് വേദന വരുമ്പോൾ ദന്തിസ്റ്റിൻ്റെ അടുക്ക പോകും. അത് തന്നെ എന്നോട് പറഞ്ഞു, പല്ല് പൊരിക്കാൻ പോകും, മെഡിസിൻ ഒന്നും കഴിക്കില്ല, എന്നിട്ട് വന്നിട്ട് അക്യുപഞ്ചർ ചെയ്യുന്നു. 2-3 വർഷം അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഇങ്ങനെ പറയുന്നത്. എനിക്ക് അന്നേരം ഇങ്ങനെയുള്ള മനസ്സിലുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ അക്യുപഞ്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ ടൈമായിരുന്നു എൻ്റെ അമ്മക്ക് പല്ലുവേദന വന്നത്. അതിൻ്റെ അനുഭവം കേൾക്കാം. അമ്മ പല്ലുവേദന വന്നപ്പോൾ എന്തുകൊണ്ട് ഡോക്ടറെ അടുക്ക പോയിട്ടില്ല? എന്നോട് പോണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. എന്നിട്ട് എൻ്റെ മകള് പറഞ്ഞ് പല്ല് പൊരിക്കാൻ പാടില്ല, ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് അതിങ്ങനെ നിന്നാലും ജ്യൂസ് കുടിച്ചാൽ പോവും, അധികം കടുപ്പുള്ളതൊന്നും തിന്നണ്ട, ചവച്ച് അരക്കണ്ട, അങ്ങനെ നിന്നാൽ എനക്ക് അങ്ങനെ തന്നെ പല്ലിന് മോണൊക്കെ എല്ലാം പഴുപ്പ് വന്നിനി. പക്ഷെ അത് ശരി അമ്മ എന്നോട് പറഞ്ഞില്ല. ഞാൻ അറിയുന്നില്ല സത്യം പറഞ്ഞാല്. ഒരു ദിവസം രാത്രി അമ്മ അമ്പലത്തിൽ ജോലി കഴിഞ്ഞ് 8 മണിയാവും വരാൻ വേണ്ടിട്ട് വീട്ടില്. അപ്പൊ വന്നപ്പോ അമ്മേന്റെ മുകളിലോ ഞാൻ ചോദിച്ചു, എന്ത് നമുക്ക് പനി വരുന്ന ഒരാളെ പോലെ വിറച്ചുകൊണ്ടാ വരുന്നത്. ഞാൻ ചോദിച്ചു എന്ത്? അത് പല്ല് വേദനയായിട്ടാണ്, എനിക്ക് മൊത്തം മുഖമൊക്കെ വീങ്ങിയിട്ടുണ്ട്. എനിക്ക് അത്ഭുതം. ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ ഞാൻ അടി പരിശോധിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്തു. പിന്നീട് ഞാൻ പറഞ്ഞു കൊടുത്തു. അമ്മ രാവിലെ പോകുമ്പോൾ ഞാൻ എണീക്കുന്നതിന് മുന്നേ 4 മണിക്ക് എണീച്ച് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പം അമ്മക്ക് എന്നുള്ള ജോലീൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റെടുക്കാൻ വേറൊരാൾക്ക് പെട്ടെന്ന് കഴിയില്ല. രാവിലെ എണീക്കണം, കുളിക്കണം. അതുകൊണ്ട് വേറെ ഒരാളാ പെട്ടെന്ന് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലീവ് പറയാൻ നമുക്ക് മടിയാണ്. ഒരാളെ തെരഞ്ഞു പിടിക്കലും അമ്മേൻ്റെ ജോലി സംബന്ധമായിട്ട് ഭയങ്കര റിസ്ക് ആണ് നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുമല്ലോ, അത് നിങ്ങൾ ഒഴിവാക്കിക്കോ. ട്രീറ്റ്മെന്റ് ചെയ്തതിന് നേരെ 9:30 മണിക്ക് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ജ്യൂസ് ഫോമിൽ കഴിക്കണം, ചവച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് അമ്മ 9:30 ആകുമ്പോൾ രാവിലെ കുളിച്ചു, വൈകുന്നേരം രാവിലെ എല്ലാം കുളിക്കും. പക്ഷെങ്കിൽ അതൊരു സഹിക്കുവാന്ന് വെച്ചാൽ അത് സഹനം തന്നെ, നമ്മൾ ബേജാറായിട്ട് പോല. അതിനുശേഷം വീണ്ടും വരുമ്പോൾ ഞാൻ ഇവളോട് പറയലൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം വരും, പിറ്റേന്ന് വേദന പോവും. അങ്ങനെ ഇപ്പോ ശരിക്കും. അപ്പോ ഞാൻ പേസ്റ്റ് ഒന്നും ഉപയോഗിക്കില്ല, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് തേക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ലല്ലോ? നിങ്ങൾ ജോലിക്ക് ശരിക്കും നല്ലൊരു ഹെൽപ്പ് അല്ലേ? അന്ന് നിങ്ങള് ദന്തിസ്റ്റിന്റെ അടുക്ക പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും പഴുപ്പിന് മരുന്ന് തരുമായിരിക്കും. പിന്നീട് പറയും പല്ലെടുത്ത് കളയാണെന്ന്. അതെ, നമ്മുടെ ഒരു പൂർവികരെ നോക്കി നോക്കോ, നിങ്ങളെ കാട്ടിയും പ്രായമുള്ള അവരെല്ലാം പല്ലെടുത്തിനോ? ഇല്ലല്ലോ. അവരത് പൊടിഞ്ഞിട്ടും ഇതായിട്ട് അവര് നമ്മളെക്കാട്ടും കൊല്ലങ്ങൾ ജീവിക്കുകയും ചെയ്തിനല്ലേ? അപ്പൊ അവർക്കൊന്നും ആ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇന്ന് പലരും പേടിപ്പിക്കാന്ന്. അവിടെ കുറ്റി ഉണ്ടായ പഴുത്ത് അങ്ങ് ഇങ്ങനെ അങ്ങനെ ഒരു പേടി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല്ല് പൊടിഞ്ഞ അപ്പൊ അത് പറിച്ചു കളയാണെന്നുള്ളൊരു പേടി എല്ലാവർക്കും വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അമ്മ നോക്കിയാട്ടെ, അക്യുപഞ്ചർ ചെയ്തു, അമ്മക്ക് ഒരു ദിവസം പോലും ലീവ് എടുക്കേണ്ടി വന്നില്ല. നേരെ മറിച്ച് ഇപ്പൊ പല്ലെടുക്കുന്ന ഞാൻ കൂടെ വരേണ്ടി വരും. ആ പല്ലെടുത്ത് തുന്നലുണ്ടാവും, അപ്പൊ കുളിക്കാൻ പറ്റൂല, അപ്പൊ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ലീവ് വേണ്ടി വരൂലേ അല്ലെ? ലീവ് വേണം, ഒരാളെ കണ്ടെത്തണം. ശരിക്കും ഇതൊരു അനുഗ്രഹല്ലേ ഈ ഒരു ചികിത്സ എന്ന് പറയുമ്പോ അല്ലേ? നിങ്ങളെ ജോലിക്ക് തടസ്സമായിട്ടില്ല, നിങ്ങൾ കുളിച്ചു പോയി വന്ന് റെസ്റ്റ് എടുത്തു. ഞാൻ പറഞ്ഞു പകലധികം ഇതാക്കണ്ട, കാരണം തലവേദന ഉണ്ടാവും, പല്ലുവേദന കുറയട്ടെ. ശരിക്കും 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അത് മാറിയിട്ടില്ല. നല്ല ശക്തമായ പനിയും പഴുപ്പും ഒക്കെ ഒന്നും ചെയ്യാണ്ടല്ലേ, ഓൺലി ജ്യൂസ് ഫോമില് ഫുഡ് കഴിച്ച്. പക്ഷെ പല്ലുവേദന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് വെന്ത ആഹാരവും കഴിക്കാമെന്നാണ് നമ്മുടെ സാറ് പഠിപ്പിച്ചത്. വെന്ത ആഹാരം കഴിക്കാം, പക്ഷെ ജ്യൂസ് ഫോമിൽ. ഒരിക്കലും നിങ്ങൾ പല്ലുവേദനയുള്ള ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് വേദനയുണ്ട്, അപ്പുറത്തെ ഭാഗം വെച്ച് ചവച്ചാരക്കാലം അങ്ങനെ വിചാരിക്കരുത്. വിശപ്പ് നന്നേ കുറവായിരിക്കും. എന്ത് വേദന ശരീരത്തിലുണ്ടായാലും നിങ്ങൾക്ക് വിശപ്പ് വളരെ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കും അത് വിശപ്പാന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും.
പല കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ജ്യൂസ് ഫോമിൽ ആ സാധനം കുടിച്ചു കഴിഞ്ഞാൽ വളരെ കുറവായിട്ടുള്ള ആ വിശപ്പ് മാറുന്ന അളവിലേ കുടിക്കുകയും വേണ്ടു. ആ പല്ലുവേദന പോകുന്നത് കാണാം. ശരിക്കും ഒരു അത്ഭുതമാണ് അക്യുപഞ്ചർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതൊക്കെ അറിയാമെങ്കിലും നമ്മളിങ്ങനെ ഓരോ ഡെന്റിസ്റ്റിന്റെ അടുക്ക ഓടിപ്പോയി അങ്ങനെയല്ല. ഇതിനെ ശരിക്കും അറിയുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വിശപ്പ് നോക്കി ദാഹം നോക്കി നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണോ ഉള്ളത് അത് മാറിപ്പോകുന്നത് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, താങ്ക് യു.